ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞുങ്ങളായിട്ടാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ കാണിക്കുന്നത് നല്ലൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കുന്ന ഡിറ്റർജൻ്റ് ഉണ്ടല്ലോ, സോപ്പും പൊടിക്കൊക്കെ പകരം ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ കംഫർട്ടും അതേപോലെ ഡിറ്റർജൻറ്റും ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കാരണം നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെഡ് അതേപോലെ സോഫ സെറ്റൊക്കെ കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവയൊക്കെ ക്ലീൻ ചെയ്യുമ്പം നല്ലൊരു സ്മെല്ല് വേണമല്ലോ. അപ്പോൾ അതിനാണ് ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം ഇതിലൊന്ന് മുക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിൽ തന്നെ നിന്നോട്ടെ കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കുക്കറിൻ്റെ അടുപ്പെടുക്കാം. എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ അടുപ്പിലോട്ടേക്ക് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ 4 ഭാഗത്തു നിന്നും ഇതേപോലെ പിടിച്ചിട്ട് നമുക്കിവിടെ ഒരു ബണ്ണോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പമുള്ള ടർക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ ടർക്കിയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തുമ്പും എത്താൻ പറ്റാത്തൊരു ഇതിലായിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു 4 ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഒരു ബണ്ണ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് മതിട്ടോ നമുക്ക് നമ്മുടെ സോഫ സെറ്റൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സോഫ സെറ്റൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ആണ്, അതേസമയം നല്ല ചെളിയൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. നമ്മുടെ സോഫ സെറ്റിലാണ് നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ ഇവിടെ ഇരുന്നിട്ട് ബേക്കറി സ്നാക്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ വീണിട്ട് ഈ ഒരു എഡ്ജ് ഭാഗത്തൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് എങ്ങനെ നമ്മൾ ഉറുമ്പിനെ പോക്കിയാലും പോവില്ല. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള എല്ലാ ചെളിയും പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു സോഫ സെറ്റ്. അപ്പോൾ ഈ എല്ലാ എഡ്ജ് ഭാഗങ്ങളിലും ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഫാനിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ടർക്കിയിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ഇതവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സോഫ സെറ്റിലുള്ള അഴുക്ക് തന്നെയാണിത്. അപ്പം ഇതെല്ലാം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു നല്ലോണം ഈ ഒരു ടർക്കിയിൽ ചെളിയൊക്കെ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സോഫ സെറ്റ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും. മാത്രമല്ല അതിലുള്ള ആ ഒരു അഴുക്കും അതേപോലെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോക്കി കളയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും, നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പും ഞാനൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കരിമ്പൻ കുത്ത് പോവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ലെമൺ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ലെമൺ ജ്യൂസും ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നേർപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതിട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൻ്റെ ഉൾവശത്തും അതേപോലെ ഡോറിൻ്റെ സൈഡിലുള്ള ആ ഒരു വാഷറിലൊക്കെ കരിമ്പൻ കുത്തൊക്കെ ഉണ്ടാവും, ചെളിയും കരിമ്പൻ കുത്തൊക്കെ വീണ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അടിക്കുന്ന സമയത്ത് ആ ഒരു ചെളി ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറ് ടൈറ്റായിട്ട് അടയാൻ പറ്റാത്ത വിധം ആയിപ്പോവും, നല്ലോണം കരിമ്പൻ കുത്ത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിതാ ഒരു സോക്സാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഴയ ഉപയോഗിക്കാത്ത സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ആ ഒരു സോക്സിൽ തന്നെ നിന്നോട്ടെ കേട്ടോ, നല്ല ടൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കണ്ട.
ഇനി നമുക്ക് ഈ ഒരു സോക്സ് ഇതേപോലെ ചീർപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ. പഴയ ചീർപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ചീർപ്പിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കട്ടെ. ഈ ഒരു സോക്സ് ഭാഗം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോർ വശത്തുള്ള ഈ ഒരു കരിമ്പം കുത്തിയതും അതേപോലെ ചെളിയെല്ലാം പോക്കി കിട്ടാൻ പറ്റിയുള്ള നല്ലൊരു ടിപ്പാണിത്. ഇതേപോലെ നമ്മൾ എല്ലാ എഡ്ജ് ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ബേക്കിംഗ് സോഡൻ്റെയും അതേപോലെ ചെറുനാരങ്ങൻ്റെയും ഈ ഒരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള ഈ ഒരു ചെളിയും കരിമ്പുകുത്തും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പഴക്കമുള്ള ഫ്രിഡ്ജാട്ടോ. അപ്പോൾ നല്ലോണം അതിൻ്റെ മുകളിലൊക്കെ ചളി പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഇതേപോലെ നമ്മൾ ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചളി പറ്റി പിടിച്ച് പോയില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷായി കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് എല്ലാ മുക്കിലും മൂലയിലും ഈ ഒരു ചീർപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾവശത്തും ഈ ഒരു സൊല്യൂഷൻ മതിയിട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ചളി പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ അടിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് അടയാതെ നമുക്ക് തോന്നും അടഞ്ഞെന്ന്, പക്ഷെ അത് നല്ലോണം അടഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പുറത്തോട്ടേക്ക് പോവും. അങ്ങനെ ഒരുപാട് കറണ്ട് ബില്ലാവാനും നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് മാസത്തിൽ ഒരു വട്ടെങ്കിലും ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ എങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് കുറേ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അത് അലങ്കോലപ്പെട്ടിരിക്കും. നമ്മളൊന്ന് കിടന്ന് എണീക്കുമ്പോൾ തന്നെ ബെഡ്ഷീറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അലങ്കോലപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി വിരിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കിച്ചണിലും കാണുന്ന ഈ ഒരു ഐറ്റം മാത്രം മതിയിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് നല്ല ക്ലീനായി വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചതിന് ശേഷം ഈ ഒരു ബെഡിൻ്റെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് തിരികെ വെക്കല്ലോ. അങ്ങനെ നമുക്ക് നല്ല കട്ടിയുള്ള നല്ല ഹൈറ്റുള്ള ബെഡൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ തിരികെ വെച്ച് കൊടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. നമുക്ക് പൊക്കാൻ പറ്റില്ലല്ലോ ബെഡ്. നല്ല ഹൈറ്റുള്ള ബെഡും അതേപോലെ നല്ല വെയിറ്റുള്ള ബെഡൊക്കെ ആകുമ്പോൾ നമുക്ക് പൊക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചട്ടകം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ആക്കി കൊടുക്കട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ അറ്റഭാഗം ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് തിരികെ വെച്ച് കൊടുക്കട്ടോ. അങ്ങനെ തിരികെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ബെഡ്ഷീറ്റിൻ്റെ തലഭാഗം അങ്ങനെ ഉള്ളോട്ടേക്ക് പോകാൻ പറ്റും ചെയ്യും. മാത്രമല്ല നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. നല്ല ഹൈറ്റും വെയിറ്റുള്ള ബെഡായത് കാരണം നല്ല രീതിയിൽ തന്നെ അവിടെ ടൈറ്റായിട്ട് നിന്നോളും. ഇനി നമ്മൾ എത്ര ചാടി മറിഞ്ഞ് കുട്ടികൾ ചാടി മറിഞ്ഞ് കളിച്ചാലും ഈ ഒരു ബെഡ്ഷീറ്റിന് ഒരു അനക്കം സംഭവിക്കില്ല കേട്ടോ. ആ രീതിയിലായിരിക്കും നമുക്ക് ഇതേപോലെ നമുക്ക് ആയി കിട്ടാനായിട്ട് പറ്റട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. ബെഡ്ഷീറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേ രീതിയിൽ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ തലഭാഗം ഇങ്ങനെ കിടക്കേൻ്റെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഇതേപോലെ തിരികെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയൊന്നും വേദനിക്കില്ല. മാത്രമല്ല നമുക്കത് പൊക്കും വേണ്ട കേട്ടോ. നല്ല ഹൈറ്റും വെയിറ്റുള്ള ബെഡൊക്കെ ആകുമ്പോൾ നമുക്ക് പൊക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് പൊക്കേണ്ട ആവശ്യമില്ല. ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് ഈ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് ബെഡ്ഷീറ്റിൻ്റെ ഓരോ തലഭാഗവും ഇങ്ങനെ ഉള്ളോട്ടേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര കുട്ടികൾ കിടക്കയിൽ കിടന്നിട്ട് ചാടി മറിഞ്ഞ് കളിച്ചാലും ബെഡ്ഷീറ്റിന് ഒരു അനക്കവും സംഭവിക്കില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ വിരിച്ചിട്ടതുപോലെ തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. വലിയ ബെഡൊക്കെ ആകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചിടാനും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിക്ക് അവിടെ നിന്നും ചെയ്തോളും. പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പുറത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.